സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടില് ഇപ്പോ ഇന്ദ്രൻ ജയിച്ചു നിൽക്കുവാണ്. പല്ലവിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തില് ഇന്ദ്രൻ ഓരോ തെളിവുകളും, പല്ലവി കൊണ്ടുവരുന്ന ഓരോ തെളിവുകളും എല്ലാം കള്ളത്തരത്തിലൂടി ജയിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ സേതുവും പല്ലവിയും വന്ന് നിൽക്കുന്നത്. എന്തായാലും ഹരി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അച്ഛനോട് പറയുന്നുണ്ട്. ഈ കേസിൽ എത്രയൊക്കെ വിജയിക്കാനായിട്ട് ശ്രമിച്ചിട്ടും സേതുവേട്ടനോ പല്ലവി ചേച്ചിക്കോ ജയിക്കാനായിട്ട് പറ്റുന്നില്ല. ഇനി നോക്കാം. അവസാനം ഇനിയിപ്പോ ഒരു വിധിയും കൂടി ഉണ്ടല്ലോ, ഒരു അവസാനത്തെ ഹിയറിംഗും കൂടി ഉണ്ടല്ലോ. അതിലും അവർക്ക് രക്ഷപ്പെടാനായിട്ട്, അവർക്ക് ജയിക്കാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവനെ ഇന്ദ്രനെ കൊന്നിരിക്കും. ഇന്ദ്രനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ പല്ലവി ചേച്ചിക്കും സേതുവേട്ടനും സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പറ്റുമല്ലോ എന്നാണ് ഹരി പറയുന്നത്. അപ്പോൾ അച്ചു ഹരിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊന്നും ചെയ്യരുത്, എന്തായാലും നോക്കാം, രക്ഷപ്പെടും, അല്ലെങ്കിൽ ഈ കേസ് ജയിക്കും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് അച്ചുവിനും ഹരിക്കും. ഇതേ സംഭവം, ഇതേ ഒരു ടെൻഷൻ ശോഭയ്ക്കും മാഷിനും ഉണ്ട്. ഇത്രയും നമ്മൾ നോക്കിയിട്ടും അവസാനം ആ ഡോക്ടറിന്റെ മൊഴിയായിരുന്നു. പക്ഷെ ഡോക്ടറിന്റെ മൊഴിയിൽ പോലും അവർക്ക് രക്ഷപ്പെടാനായിട്ട് സാധിച്ചില്ലല്ലോ. ഡോക്ടറിന്റെ മൊഴിയിൽ പോലും അവർക്ക് അനുകൂലമായിട്ടൊരു വിധി വന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഇപ്പോഴും അവിടെ മാഷിനും ശോഭയ്ക്കും ഉണ്ട്. എന്നാൽ രക്ഷപ്പെടും. എന്തൊക്കെ സംഭവിച്ചാലും, ഒരുപാട് നമ്മളെ വേദനിപ്പിച്ചാൽ പോലും ഒരു നാൾ ദൈവം നല്ല ഒരു വാർത്ത തന്നെ കൊണ്ടുവരുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയാണ് അവർക്ക്. ഈ ഒരു സംസാരങ്ങൾ നടക്കുമ്പോഴും പൂർണിമയ്ക്കും ഇതേ സങ്കടം തന്നെ. ഒരുപാട് ആദ്യം മനോരോഗിയാണെന്ന് തെളിയിക്കാനായിട്ട് നോക്കി, അത് പറ്റിയില്ല. രണ്ടാമത് ഡോക്ടറിന്റെ മൊഴി നമുക്ക് അനുകൂലമായിട്ട് വരുമെന്ന് വിചാരിച്ചു, അതും നടന്നില്ല. ഇപ്പോൾ പല്ലവി ഒരുപാട് വേദനിക്കുന്നുണ്ട്. ആ വേദനകളെല്ലാം പറഞ്ഞുകൊണ്ട് പൂർണിമ പല്ലവി ആശ്വസിപ്പിക്കുന്ന സമയത്തായിരുന്നു ഒരു ശബ്ദം കേൾക്കുന്നത്. എല്ലാവരും പൊന്നുമടത്തിലുള്ള എല്ലാവരും പുറത്തോട്ട് ഇറങ്ങി. വേറെ ആരുമല്ല, ഇന്ദ്രനാണ്. ഇന്ദ്രൻ ഇപ്പോൾ ജയിക്കുവാണെന്നും ഇനി ഒരിക്കലും പല്ലവിക്ക് ജയിക്കാൻ പറ്റത്തില്ല, താൻ തന്നെ ഇപ്പോൾ ജയിച്ച് നിൽക്കുവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ എല്ലാവരുടെ മുന്നിൽ തന്റെ ആ സന്തോഷം പങ്കുവയ്ക്കാനായിട്ടായിരുന്നു ഇന്ദ്രൻ വന്നത്. ഇന്ദ്രൻ വന്നു, സേതുവുമായിട്ട് ഏറ്റുമുട്ടി, അവർ തമ്മിൽ ചെറിയൊരു തർക്കങ്ങളായി. എന്നാൽ പല്ലവി എനിക്ക് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതൊന്നും സാധിക്കത്തില്ല. പക്ഷേ എന്തായാലും ഇനി അടുത്ത് നിങ്ങൾ കോടതിയിൽ വരുമ്പോൾ കോടതി തന്നെ വിധിക്കും. പല്ലവിയും ഇന്ദ്രനും ഒരുമിച്ച് ജീവിക്കണമെന്ന് കോടതി തന്നെ വിധിക്കും. ആ ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡയലോഗ് അടിച്ചു, ഒരുപാട് തർക്കങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഇന്ദ്രൻ പോയത്. ഇന്ദ്രൻ പോയതിന് പിന്നാലെ തന്നെ അച്ചു ഒരു കാര്യം പറഞ്ഞു, ഇയാള് വന്നു, CCTV വർക്ക് ചെയ്യുന്നില്ല, ഇല്ലെന്നുണ്ടെങ്കിൽ CCTVയിലുള്ള ദൃശ്യങ്ങൾ കിട്ടിയിരുന്നുവെങ്കിൽ ഇന്ദ്രൻ മനോരോഗിയാണെന്ന് തെളിയിക്കാനായിട്ട് സാധിച്ചേനെ എന്ന് അച്ചു പറഞ്ഞു. ആ CCTV എന്ന് പറയുന്ന വാക്ക് കേട്ടപ്പോൾ തന്നെ അച്ചുവിന് ഒരു ഐഡിയ കിട്ടി. വിശ്വജിത്തിന്റെ സഹായം തേടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ കേസിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് പല്ലവി ഉറപ്പിച്ചു. ഇതിനിടയിൽ ഹരി വരുന്നു എന്ന് പറഞ്ഞ് അച്ഛനോട് പറഞ്ഞിട്ട് പുറത്തോട്ട് പോയി. ഇന്ദ്രന്റെ ബൈക്കിനെ ഫോളോ ചെയ്ത് മുന്നിൽ കൊണ്ട് നിർത്തി ഒരു ഭീഷണിയൊക്കെ നടത്തി. നീ ഈ കേസിൽ നിന്നും പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും, ഈ കേസ് ചേച്ചിക്കും സേതുവേട്ടനും അനുകൂലമായിട്ട് വന്നില്ലെങ്കിൽ, നിനക്കാണ് അനുകൂലമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിന്നെ കൊല്ലും എന്നുള്ളൊരു ഭീഷണിയും ഹരി മുഴക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം സേതുവും പല്ലവിയും കൂടി വിശ്വജിത്തിനെ കണ്ടു, സംസാരിച്ചു, വിഷയോട് കാര്യങ്ങൾ പറഞ്ഞു. ഇന്നലെ ഇന്ദ്രൻ വന്ന് നടത്തിയ പ്രശ്നങ്ങളും എല്ലാം വിശദീകരിച്ചു പറഞ്ഞു. എന്തായാലും കൈവിടരുത്, ഞങ്ങളെ കൈവിടരുത്, എന്തായാലും ഈ ഒരു സഹായം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ദ്രനെ പ്രകോപിപ്പിച്ച് ഇന്ദ്രനുമായിട്ട് അടിയുണ്ടാക്കുമ്പോൾ ഇന്ദ്രന്റെ വായിൽ നിന്നും ആ ഒരു സത്യങ്ങൾ വീഴും. മാത്രമല്ല, ഇന്ദ്രൻ മനോരോഗിയാണെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ സമർപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ കേസ് വിജയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു CCTV ദൃശ്യങ്ങൾ കൊടുക്കാമെന്ന് ഏറ്റിരിക്കുവാണ്. ഈ ഒരു വിഷയുടെ ആ ഒരു തെളിവിലാണ് ഇനി പല്ലവിയുടെയും സേതുവിന്റെയും ജീവിതം തന്നെ ഇരിക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.